എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പരിപാടി 11 മണിക്ക് തുടങ്ങാൻ കഴിയുമെന്ന് വിചാരിച്ചാണ്. ചെറുതായിട്ട് ഡിലേ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കി കാര്യങ്ങൾ പറയുകയാണ്. ചിറ്റൂർ കോളേജിലെ വിമൻസ് സെല്ല് കഴിഞ്ഞ വർഷമൊക്കെ നമുക്കൊരു 10ഓളം പരിപാടികൾ സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഒരു പ്രത്യേക സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം പരിപാടികളൊന്നും സംഘടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും വിമൻസ് ഡേയോടനുബന്ധിച്ച് ഒരു പരിപാടിയും പിന്നീട് ഇപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു പരിപാടി നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇന്റർനാഷണൽ വിമൻസ് ഡേയോടനുബന്ധിച്ച് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനായ ശ്രീ ജിയോ ബേബി അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യാൻ നമ്മൾ വിചാരിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുന്നത്. ആ സമയത്ത് അദ്ദേഹം തിരക്കിലായിരുന്നതുകൊണ്ട് നമുക്ക് ആ ദിവസങ്ങളിൽ വരാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് അദ്ദേഹത്തിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് പറയുകയും ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയത്. എന്തായാലും ഈ അടുത്ത കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയുടെ സംവിധായകനായ ശ്രീ ജിയോ ബേബിയെ നമ്മുടെ കോളേജിൽ കൊണ്ടുവരാനും നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാൻ ഒരു അവസരം ഒരുക്കാനും വിമൻസ് സെല്ലിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് എല്ലാ സപ്പോർട്ടും നമ്മുടെ പ്രിൻസിപ്പളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമായി കോളേജിന് വേണ്ടിയും വിമൻസ് സെല്ലിന് വേണ്ടിയും നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ ശ്രീ ജിയോ ബേബിയെ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നുള്ള സിനിമ കാണുന്നത്. ആ സിനിമ കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് ഇൻ്റർവ്യൂകൾ നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ധാരാളം ഇൻ്റർവ്യൂകൾ കാണുകയുണ്ടായി. എനിക്ക് തോന്നിയൊരു കാര്യം, ആ സിനിമയുടെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആ സിനിമയിൽ തീരുന്നില്ല. അതിൻ്റെ സംവിധായകനായിട്ടുള്ള ശ്രീ ജിയോ ബേബിയുടെ ഇൻ്റർവ്യൂകളും അദ്ദേഹം പറയുന്ന കാര്യങ്ങളും അദ്ദേഹം പങ്കെടുക്കുന്ന ചർച്ചകളും ആ സിനിമയുടെ ഒരു തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ചർച്ച നമ്മുടെ ക്യാമ്പസിലും നടക്കണമെന്നും നമ്മുടെ കുട്ടികൾക്കും അധ്യാപകർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റണമെന്നുമുള്ള ഒരാഗ്രഹവും കൂടി ഇങ്ങനൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ആര് ഈ ചർച്ച നയിക്കും, ആര് മോഡറേറ്റ് ചെയ്യും എന്ന് ചിന്തിച്ചപ്പോൾ ആതിര മാധവിൻ്റെ പേരാണ് മനസ്സിൽ ആദ്യം വന്നത്. നമ്മുടെ നല്ലൊരു സുഹൃത്താണ് ആതിര. ആതിരയോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ആതിര ഉടനെ തന്നെ വരാമെന്ന് പറയുകയും ഇന്നിവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ആതിരയെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏഷ്യാവിൽ മലയാളം എന്ന് പറയുന്ന ഓൺലൈൻ മീഡിയയിലെ മൾട്ടിമീഡിയ പ്രൊഡ്യൂസറാണ് ആതിര. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ പ്രിൻസിപ്പൽ സോറോമാർ സാറിനെ ഒരുപാട് സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അധ്യാപകരും വിദ്യാർത്ഥികളുമായിട്ട് ഇവിടെ സദസ്സിലിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് ഡോക്ടർ ജി സുവർണകുമാർ സാർ നമ്മുടെ പ്രിൻസിപ്പളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ നമ്മുടെ ഈ ചടങ്ങിൻ്റെ മുഖ്യ അതിഥി ശ്രീ ജിയോ ബേബി, हमारे आदिरा माधव, ഫാക്കൽറ്റി മെമ്പേഴ്സ്, പ്രിയമുള്ള കുട്ടികൾ, ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൻ്റെ ഹ്യൂമൻ സെല്ലിൻ്റെ ലീഡർഷിപ്പിൽ നമ്മളുടെ കോളേജിൽ ധാരാളം ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ആക്ടിവിറ്റീസ് അറേഞ്ച് ചെയ്തിരുന്നു. നമ്മളുടെ ഇന്നത്തെ 2 ചീഫ് ഗസ്റ്റിനും ബിസി ആയിട്ടുള്ള ഹെക്റ്റിക് ഷെഡ്യൂൾ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിച്ച് സമയം കളയുന്നില്ല. നമുക്ക് സമയം കിട്ടുന്ന മറ്റ് അവസരങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം എന്ന് ഞാൻ
ആഗ്രഹിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ വിമൻസ് സെൽ സംഘടിപ്പിക്കുന്ന അടുക്കള കാര്യങ്ങൾ അരങ്ങത്തേക്ക് എന്ന ഈ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആതിര മാധവ്. ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻസിലേക്ക് കടക്കുന്നില്ല. എല്ലാവരും ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീച്ചർ കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ സ്പോയിലേഴ്സ് ഉണ്ടാവും എന്നെ പറയുന്നത്. ഞാൻ ആദ്യം തന്നെ ജിയോയെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ജിയോ, ഞങ്ങളോടൊപ്പം ഈ സെഷനിൽ പങ്കെടുത്തതിന്. ആദ്യം തന്നെ സ്ട്രൈറ്റ് ഫോർവേഡ് ഞാൻ ഈ ടോക്സിക് മാസ്കുലിറ്റിക്ക് ഒക്കെ കൈയടിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് താങ്കൾ തുടക്കത്തിലെ തന്നെ LGBT തീമുള്ള സീക്രട്ട് മൈൻഡ്സും പിന്നീട് 2 പെൺകുട്ടികളും ഇപ്പോൾ ബേസിക് ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി സംസാരിക്കുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ ടീച്ചറിനൊക്കെ സ്പൂൺ ഫീഡ് ചെയ്യാതെ തന്നെ നൽകിയിട്ടുള്ളത്. വിച്ച് മേക്സ് മീ വണ്ടർ, ജിയോ ബേബി എന്ന ഫിലിം മേക്കറെ അഥവാ സ്റ്റോറി ടെല്ലറെ സ്വയം എങ്ങനെ ഡിഫൈൻ ചെയ്യും? ആദ്യം ഇങ്ങനെ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ച ഈ കോളേജിന് എല്ലാവരോടും നന്ദി പറയുന്നു. ഇനി ആതിരയുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ഞാൻ എന്നെ എങ്ങനെയാണ് ആസ് എ സ്റ്റോറി ടെല്ലർ ഡിഫൈൻ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഞാൻ കൂടുതലായിട്ടും 4 സിനിമകൾ ചെയ്തതിൽ കൂടുതൽ 3 സിനിമകളും എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കലയിലൂടെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ചെയ്യുന്നതിനേക്കാളും കംഫർട്ട് തോന്നിയിട്ടുണ്ട്. ഇതിനിടയിൽ ഈ പറഞ്ഞ ഒരു എക്സ്പീരിയൻസും ഞാൻ ചെയ്തിട്ടില്ലാത്ത, എനിക്ക് എൻ്റെ അനുഭവത്തിൻ്റെ പരിധിയിലെങ്ങും വരാത്തൊരു കാര്യമാണ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് പോകുന്ന സിനിമ. അതൊരു ആൾക്കാർ തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കണമെന്നും ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ് ആ സിനിമ ഉണ്ടാക്കിയത്. അതൊക്കെ ചെയ്തോ എന്നുള്ളത് പ്രേക്ഷകരാണ് പറയേണ്ടത്. പിന്നെ അല്ലാത്ത ആദ്യത്തെ സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 2 പെൺകുട്ടികൾ എന്നാണ് ആദ്യത്തെ സിനിമയുടെ പേര്. അത് കണ്ടിട്ടുള്ളവരൊന്ന് കൈ ഉയർത്താൻ പറ്റുമോ? ഒരാളെങ്കിലും കണ്ടത് നന്നായി. ഇല്ല, അത് അധികം പേര് കണ്ടിട്ടില്ല. അതും ഈ അതിനെ കണ്ടിട്ടുണ്ടോ? അതും ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സിനിമയാണ്. അതെനിക്കറിയാവുന്ന എൻ്റെ വീട്ടിലൊക്കെ തന്നെയുള്ള കാര്യമാണ്. കാരണം എൻ്റെ അനിയത്തിക്ക് എനിക്ക് അത്ര സ്വാതന്ത്ര്യമില്ല. ഞാനും അനിയത്തിയും തമ്മിൽ വളരെ എന്താ പറയുക, ഞങ്ങൾ ഹൃദയം കൊണ്ട് വളരെ അടുത്ത 2 ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നിടത്തൊന്നും അവളെ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള
ഇപ്പം പെൺപിള്ളേർ ഒരു സ്ഥലത്ത് ഇരിക്കുന്നതിനാണ് എപ്പോഴും ചില അവരുടെ ശരീരം എങ്ങനെ ഇരിക്കണം, അവർക്ക് കാലാട്ടാൻ പറ്റില്ല, അവർക്ക് വിസിലടിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതൊക്കെയാണ് ആ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ എന്നെ എങ്ങനെ വിലയിരുത്തുന്നതെന്ന് ചോദിച്ചാൽ, ഞാനിങ്ങനെ ഓരോ സിനിമ കഴിയുമ്പോഴും ഫൈൻ ട്യൂൺ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അത് സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലും. ഇപ്പോൾ 5 വർഷം മുന്നേ ചിന്തിക്കുന്ന പോലെയല്ല ഞാൻ ഇന്നിപ്പോൾ ചിന്തിക്കുന്നത്. അതൊക്കെ സിനിമ നോക്കിയാൽ മനസ്സിലാവും. കിലോമീറ്റേഴ്സ് 2010 എൻ്റെ ചിന്തയാണ്. ആ സിനിമ നോക്കിയിട്ട് 10 വർഷം ഏകദേശം അതിന് കഴിഞ്ഞിട്ട് വരുന്ന സിനിമയാണ് ഡേവിഡിൻ്റെ കിച്ചൺ, അല്ലെങ്കിൽ ഇടയ്ക്കുള്ള കുഞ്ഞു ദൈവം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അപ്പോൾ എൻ്റെ ചിന്തകൾ മാറുന്നുണ്ട്. നമ്മൾ ഈ സൊസൈറ്റിയെ നോക്കി കാണുന്നത്, നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് ഉൾക്കൊള്ളുന്നത് ഒക്കെ ഉള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞാൻ എന്നെ നോക്കി കാണുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ആകെ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഒന്ന് സിനിമ ഉണ്ടാക്കലാണ്. അതെന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്ന ഒരു സംവിധായകനാണെന്ന് തോന്നുന്നു. ബ്രില്യൻ്റ് ആയിട്ടോ ഒന്നുമല്ല, കാരണം എനിക്ക് ഈ ജോലിയാണ് ചെയ്യാൻ ഇഷ്ടം. അത് ജോലി ചെയ്യുന്നതിൽ ആസ്വദിച്ചിട്ടാണ് ചെയ്യുന്നത്. ചിലപ്പം ഇതുപോലെ ചില സിനിമകൾ ഭയങ്കരമായിട്ട് ചർച്ചയാവും, ചില സിനിമകൾ വളരെയധികം പരാജയപ്പെട്ടു പോകും. അതൊക്കെ നമ്മുടെ ഈ ഒരു ജോലിയുടെ തന്നെ ഭാഗമാണല്ലോ. തുടർന്നും ഈ ഒരു ബാലൻസ് കീപ്പ് ചെയ്തു പോകാൻ